അല്ല, വ്യക്തിപരമായി അറിയില്ല. പല അഭിപ്രായങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്. നല്ലതും നല്ല അല്ലാത്ത കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം. അദ്ദേഹം പറയുന്നതിലെ പല കാര്യങ്ങളും സംശയം ജനിപ്പിക്കുന്ന രീതിയാണ്. ഉദാഹരണം, 25-ാം തീയതിയാണ് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മറച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പിന്നീട് എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹം വന്നത്, എന്താണ് യാർഡ് സ്റ്റിക്ക്? ഇപ്പം വിജയ മല്യ ലോക പ്രശസ്തനായ, അല്ലെങ്കിൽ അന്ന് ഇന്ത്യ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഓൺട്രപ്രണറും ബിസിനസ്സുകാരനുമായിരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണ പൊറ്റിക്ക് എന്ത് മാനദണ്ഡത്തിലാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. എനിക്ക് തോന്നുന്നില്ല നമുക്ക് വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വ്യക്തികളെ പറയുന്നതല്ല, അതിനപ്പുറം എന്ത് സംവിധാനമാണ്, പ്രോസസ് ആൻഡ് പ്രൊസീജിയർ, സംവിധാനം പരിശോധിക്കാൻ നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ അവസരങ്ങളും അവകാശങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇത്തരം തട്ടിപ്പ് വീരന്മാർ വന്ന് പണമടിച്ചുകൊണ്ട് പോകാനുള്ളൊരു വേദിയായി ശബരിമലയെ എടുക്കുന്നതാണ് പ്രധാനമായും കാണേണ്ടത്. കാരണം അത്തരം സംഭവങ്ങൾ എടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ ലാഭത്തിനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നതും. അവസാനമായി ശ്രീ അനിൽകുമാർ, എനിക്ക് ശ്രീ ബഹുമാനപ്പെട്ട കെ ഹരിദാസ് അങ്ങ് നന്നായി സംസാരിച്ചു, അങ്ങയിലേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, സമയം അവസാനിക്കുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, രൂക്ഷമായ വിമർശനമാണ് അഡ്വക്കേറ്റ് കെ ഹരിദാസിന്റെ ഭാഗത്തുണ്ടായത്. അങ്ങയുടെ മറുപടിയോടെ ചർച്ച അവസാനിപ്പിക്കും. അല്ല, ഇപ്പം 4-5 ആളുകൾ കൂടി ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞു. അവസാനം എന്ത് തെമ്മാടിത്തരും പറയാം. അമ്പലക്കള്ളനോ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് നേരമുണ്ടോ നിങ്ങളുടെ ഈ ചർച്ചയിൽ? എവിടെയോ കാട് കയറിപ്പോയി. യഥാർത്ഥത്തിൽ പീഠങ്ങൾ 2 സെറ്റുണ്ടോ 1 സെറ്റേ ഉള്ളോ? ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും ഒരാൾ ക്ലാരിഫൈ ചെയ്തോ? വേണുവിൻ്റെ ബോധ്യം എന്നാ? പീഠങ്ങൾ 2 സെറ്റുണ്ടോ 1 സെറ്റുണ്ടോ? 1 സെറ്റ് മാത്രമേ ഉള്ളെങ്കിൽ രണ്ടാമത്തെ സെറ്റാണ് ഇപ്പോൾ കണ്ടു കിട്ടിയത്. 1 സെറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇപ്പം ഈ ആളെന്ന് പറയുന്നത് പോറ്റി എന്ന് പറഞ്ഞ ആൾ കള്ളനല്ലേ? അയാളെ ആ കേസ് പ്രതിയാക്കണ്ടേ? ഒരമ്പലത്തിനകത്ത് അവിടെ കാണിക്ക വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ നടക്കി വെച്ചിട്ടത് വീട്ടിൽ കൊണ്ടുപോയാൽ ആ ആൾ പ്രതിയല്ലേ? ഇപ്പം എന്താ പ്രതിയാകാത്തത്? അപ്പോൾ 2 സെറ്റ് പീഠം അവിടെ ഉണ്ട്. അതിൽ നടക്കി വെക്കാത്ത പീഠമാണ് അയാൾ വീട്ടിൽ കൊണ്ടുപോയത്. അത് തന്നെ കാണുന്നില്ല എന്ന് അയാൾ പരാതി കൊടുത്തത് എന്തിന്? ഇതല്ലേ പ്രശ്നം. അതിന് പകരം സ്വർണം കാണുന്നില്ല എന്നായി. ഏത് സ്വർണം? പിന്നെ അവിടെ സ്വർണ്ണത്തേൽ ചെമ്പ് പൂശുകയായിരുന്നോ? എന്തിനാ ഇത് കൊണ്ടുപോയത് 2019? ചെമ്പാണോ സ്വർണ്ണമായിരുന്നോ? ചർച്ചയുടെ അവസാനം വേണുവിനെ മനസ്സിലായി. ഇവിടെ കുറേ വീരന്മാരെല്ലാം കൂടെ പറഞ്ഞു 43 കിലോ സ്വർണ്ണമായിരുന്നു. പിന്നെ ഇതിനെ ചെമ്പ് പൂശാൻ കൊണ്ടുപോയതാ? ചർച്ചയിൽ തലകീഴായിട്ട് ചർച്ച നടത്തിയ കുറേ വീരന്മാർ കൂടി ഈ ശബരിമല എന്താണ് അതിനെ തകർക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ വേറെ എന്താ ഒരു നല്ല ചർച്ച നടത്തിയല്ലോ. ആര്? വേണു സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ, ഹരിദാസ്. ആ മാന്യം പറയുകയാണ് ബലിദാനികളുണ്ടായി ശബരിമലയിൽ. എനിക്ക് മനസ്സിലായില്ല, ആരാണ് ബലിദാനി? വത്സൻ തില്ലങ്കേരിയ? തല തേങ്ങ എടുത്ത് വത്സൻ തില്ലങ്കേരിയ കച്ചവടമൊക്കെ കൈയിരിക്കട്ടെ. അതെ, പന്തളം കച്ചവടമൊക്കെ തോന്നിവാസം പറയാം ചർച്ചയിൽ കേട്ടാ. എന്റെ എന്ത് വളഞ്ഞിട്ട് 5 ആളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട്, എല്ലാവരും കൂടെ 5 ആളെ വളഞ്ഞിട്ട് ചർച്ചയെ കൊണ്ടുവന്നിട്ട് പറയട്ടെ. അതെ 5 ആളെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞങ്ങളെന്നെ അമ്പലക്കള്ളന്മാർ. ഏതമ്പലക്കള്ളൻ? അയോധ്യ മൊത്തം വിഴുങ്ങിയ വീരന്മാർ വന്നിട്ട് മൊത്തം അയോധ്യയിലെ കച്ചവടം എന്തായിരുന്നു? എന്തായിരുന്നു കച്ചവടം? ഈ ഇവിടെ നടക്കുന്ന ശോഭായാത്രയുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലഗോകുലത്തിന്റെ കച്ചവടം കണക്കുണ്ടോ? ഓടിച്ചുണ്ടോ? കണക്കുണ്ടോ? എവിടെങ്കിലും കണക്കുണ്ടോ? ഓടിച്ചുണ്ടോ? മൊത്തം വിഴുങ്ങുന്നവരവര്. ശബരിമല വിട് നിങ്ങൾ. ശബരിമല മറ്റുള്ളവരെല്ലാം എല്ലാവരും അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ഹരിദാസ് അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇതാണ് വേണു ഈ ചാനൽ ചർച്ചയുടെ ഏറ്റവും വലിയ കുഴപ്പം. ഞങ്ങൾ കേരളത്തിനകത്ത് തലയുയർത്തി നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്, LDF സർക്കാർ. അപ്പോൾ ഇതുപോലെ കുറേ വെട്ടിരുമ്പുകളെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആകുമ്പം ചർച്ച എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ ചെയ്യുന്നത്? അമ്പലക്കള്ളൻ
ശരി ആരെ ശരി അത് പോട്ടെ കുറിച്ചാണ്? അത് പോട്ടെ ഞാൻ ഇടപെടുകയാണ് ഏത് അമ്പലം സനൽകുമാർ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ എന്താ ഈ ചർച്ചയുടെ അവസാനം ശരി ശരി എന്തായാലും അങ്ങയുടെ ഭാഗം ഭംഗിയായി പറയുകയുണ്ടായി. സമയപരിധി ഉണ്ടാകുന്നത് ശരി ശരി സമയം ശ്രേൽകുമാർ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസും BJPയും നടത്തിയ നീക്കം പാളിയിരിക്കുകയാണ്. കാരണം ഈ ദേവസ്വം ബോർഡിന്റെ അന്വേഷണ സംവിധാനം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളന് കഞ്ഞി വെച്ചയാളെ കയ്യോടെ പിടികൂടി കോടതിയുടെ മുൻപാകെ വെച്ചിരിക്കുകയാണ്.